തിക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഉയർത്തതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി. എൻ്റെ പേര് മിനി ജോമോൻ. ഇത് എൻ്റെ കുഞ്ഞ് ജോയൽ. ഞാൻ സൗദിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 നവംബർ 23-നാണ്. ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ചത് ഗൾഫിൽ പോകുന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മാസമായപ്പോഴത്തേനും എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ അവസരം കിട്ടി. തീർച്ചയായിട്ടും ഞാനതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലം പൂച്ചിയും വിശ്വാസ പ്രമാണം ചൊല്ലി പൂച്ചി ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അന്ന് ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ തുടങ്ങിയ സമയത്ത് ഞാനൊന്നും പഠിക്കാതെയാണ് പോയത്, ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി. ഉടമ്പടി ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കാശ് രൂപ മുറുകെ പിടിച്ചു. ഇൻ്റർവ്യൂ തുടങ്ങി. ഒരു മാഡമായിരുന്നു ഇൻ്റർവ്യൂവിന് ഇരുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഓരോ ആൻസറും എനിക്ക് മാതാവ് പറഞ്ഞു തരുന്നതായി തോന്നി. നല്ല വിശ്വാസത്തോടെ നല്ല ക്ലിയറായി അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ക്ലിയറായി തന്നെ ആൻസർ പറയാനും അത് എക്സലൻ്റ് എന്ന മറുപടിയോടുകൂടി ഞാൻ എക്സ്പീരിയൻസിന് പോയ ഞാൻ ഓഫർ ലെറ്ററുമായിട്ടാണ് തിരിച്ചു പോയത്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 6 മാസം എടുത്തു ഞാൻ പോകാനായിട്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മാതാവ് ഓരോ തരത്തിലും എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. 6 മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഞാൻ പോയത്. ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ വിസ വരികയും ടിക്കറ്റും പെട്ടെന്ന് തന്നെ ലഭിച്ചു. അതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് പ്രോമെട്രി എക്സാം. ഞാൻ സൗദിക്ക് പോകുന്നതിന് മുന്നേ തന്നെ പ്രോമെട്രി എഴുതാതെയാണ് പോയത്. അച്ഛനെ വന്ന് കണ്ടു. എന്നെ അച്ഛൻ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, കാശ് രൂപം തന്നു, തൈലം പൂശി പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ചെന്ന് 3-4 മാസം കഴിഞ്ഞാണ് എക്സാമിന് ഡേറ്റൊക്കെ കിട്ടിയത്. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് അവിടുത്തെ സൗദിയിലെത്തിയെന്ന് പറഞ്ഞാലും ഒത്തിരി കഷ്ടപ്പാടായിരുന്നു, ഒത്തിരി ഹരാസ്മെൻ്റ് ആയിരുന്നു. കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ആയിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് കണ്ടിന്യൂസ് നൈറ്റായിരുന്നു. ഒരു 3 മന്ത് മാത്രമായിരുന്നു ഞാൻ നൈറ്റ് ഡേ ചെയ്തത്. ബാക്കി 2 ഇയർ ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോഴും കണ്ടിന്യൂസ് നൈറ്റായിരുന്നു എനിക്ക്. അതുപോലെ എന്നെ ഹരാസ്മെൻറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ എക്സാമിന് ഞാൻ പോയപ്പോൾ 4 നൈറ്റ് കഴിഞ്ഞാൽ പോയത്. അപ്പോൾ പഠിക്കാൻ സമയമൊന്നുമില്ല. എന്തോ സമയം കിട്ടിയപ്പോൾ എക്സാമിന് കുറച്ച് രാത്രി ഉറങ്ങാതെ നൈറ്റ് ഓഫിൻ്റെ അന്ന് ഞാൻ കുറച്ച് പേജുകൾ മറച്ചു നോക്കി. ആ പേജുകളിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എനിക്ക് എക്സാമിന് വന്നത്. ഞാൻ ഉടമ്പടി കാശ്രമം കൊണ്ടുപോയിരുന്നു. ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ പോക്കറ്റിൽ രഹസ്യമായിട്ട് കൊണ്ടുപോയി. ഞാൻ മോണിറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് കണ്ണൊന്നും നേരെ നിൽക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ദേഹം എല്ലാം വിറയ്ക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ അമ്മയുടെയും സാന്നിധ്യം എനിക്ക് അപ്പോൾ അനുഭവപ്പെട്ടു. സുഗന്ധവും എന്തോ അല്ലാത്ത അനുഭവമായിരുന്നു. എനിക്ക് പെട്ടെന്നൊരു ഉന്മേഷം വന്നു. ഞാൻ പെട്ടെന്ന് നോക്കുന്ന സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ പഠിച്ച പേജുകളിലെ ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് വന്നു. പെട്ടെന്നെല്ലാം ഞാനത് ഫിനിഷാക്കി. 15 മിനിറ്റിന് മുന്നേ എക്സാം കഴിയുന്നതിന് 15 മിനിറ്റിന് മുമ്പ് ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അത് ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ റിമെമ്പർ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ അത് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യൻസ് തന്നെ ഒത്തിരി പേര് പറഞ്ഞു വന്നിരുന്നെന്ന്. പിന്നെ ഗൾഫിൽ പോകാനെല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു. നീട്ടാവുന്നിടത്തെല്ലാം കൈ നീട്ടി. മുടങ്ങിക്കിടന്ന ചിട്ടി അത് കിട്ടി. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്ന ചിട്ടി
അത് ഇനി എല്ലാ അടവ് കഴിഞ്ഞാലാണ് എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും മാതാവിൽ വിശ്വസിച്ചു. പെട്ടെന്നൊരു ദിവസം ഞാൻ എവിടെ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ഫോണിലോട്ട് ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ചു. പൈസ പാസ്ബുക്കുമായിട്ട് വരാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ തന്നെ. എനിക്ക് അങ്ങനെ മുടങ്ങിക്കിടന്ന ചിട്ടി ഫുൾ പൈസയോടുകൂടി എനിക്ക് കിട്ടി. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എനിക്ക് പോകുവാൻ സാധിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞ് ജോയൽ, ഇവന് ഐഡിനോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവന് മാസത്തിലൊരു മിക്കവാറും ഒരു 3-4 വട്ടം ഇവന് ആശുപത്രിയിലാവും. പനി, ചുമ, ജലദോഷം, ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അവന് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം, അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എപ്പോഴും എല്ലാവരും കളിയാക്കും, ഇവനെന്ത് അസുഖം, ഏത് നേരം അസുഖമാണല്ലോ, തിന്നാ ഒന്നും ശരീരത്തിൽ പിടിക്കത്തില്ല. എല്ലാം ഇങ്ങനെ ഈ കൊച്ചിന് ക്യാൻസർ ടെസ്റ്റ് വരെ നടത്തി. ലാസ്റ്റ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം കുഞ്ഞിനത് സുഖപ്പെട്ടു. ഒരു ചെറിയ സർജറി ചെയ്തു. പിന്നെ ഒരു ദിവസം ഞാൻ സൗദിയിലായിരുന്നു. കൊച്ച് ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ചു. ഒരാഴ്ചയോളം ആരോടൊന്നും മിണ്ടാതെ കളിയും ചിരിയും ഒന്നുമില്ലാതെ പേടിച്ച് കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്കൂളിൽ വിളിക്കുമ്പോഴും ട്യൂഷന് വിളിക്കുമ്പോഴും വീട്ടിൽ വിളിക്കുമ്പോഴും അതേ അവസ്ഥ തന്നെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ വിശ്വാസമുണ്ട്. എന്നാൽ ഇവിടെ വരും, സാക്ഷ്യം പറയാനേ വിളിച്ചു വന്നൊന്നുമില്ല. എന്നാലും എന്നോട് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രേയർ റിക്വസ്റ്റ് വിട്, പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനെന്തിനാ പറയുന്നത്, ചേട്ടായിക്കൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാനപ്പം തന്നെ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ച് ഓക്കെ ആയി. ഇപ്പം അവനാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ സൗദിയിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. എനിക്ക് ഇങ്ങോട്ട് പോരാൻ അവർ പറഞ്ഞത് ഇവിടുന്ന് പോയപ്പോൾ 1 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടുമെന്നാണ്. 2 വർഷം കഴിഞ്ഞാണ് ലീവ് കിട്ടുമെന്ന്. പിന്നെ 1 ഇയർ കഴിഞ്ഞ് പറഞ്ഞു. എൻ്റെ അമ്മ മരിച്ചു 3 ദിവസമായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ചേച്ചിമാരെല്ലാം 24-15 വർഷമായിട്ട് അവിടെയുണ്ട്. അവരെല്ലാവരും നാട്ടിലെത്തി. എനിക്ക് മാത്രം വരാൻ പറ്റുന്നില്ല. ആ മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാനിവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും ഹരാസ്മെൻ്റ് ഇടയ്ക്കും ഞാൻ നല്ലതായിട്ട് അവരോട് പറയുമെന്ന് വെച്ച് ഞാൻ ഫൈറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ നന്നായി ഡ്യൂട്ടി ചെയ്യുന്നു, നമ്മളുടെ ഭാഗത്തു നിന്നൊന്നും കണ്ടുപിടിക്കാനില്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നതിന് കാര്യമില്ലല്ലോ. എന്നിട്ട് ഒരു ദിവസം ഞാനിവിടെ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, നന്നായി തന്നെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഓഗസ്റ്റ് അമ്മ മരിച്ചതിന് ശേഷം 3ാമത്തെ ദിവസം ഞാൻ ഡ്യൂട്ടി ചെയ്യുവാണ്. ചൊവ്വാഴ്ച, ഒരു ഓഗസ്റ്റ് ചൊവ്വാഴ്ച ഞാനിവിടെ നാട്ടിലെത്തി. അതിനും അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, സൗദിയിൽ കുർബാനയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ, എന്ത് ചെയ്യും. പക്ഷേ എല്ലാ സാറ്റർഡേയും യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ കുർബാനയുണ്ടായിരുന്നു. അതിലെനിക്ക് സംബന്ധിക്കാനും 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിൽ ഒരിക്കൽ എനിക്ക് കുമ്പസാരിക്കാനും ആരാധനകളും യൂത്തിന് വേണ്ട ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്യാനും ആത്മീയമായ രീതിയിൽ നന്നായി തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. അതുപോലെ ഏർലി മോർണിംഗ് എനിക്ക് പ്രാർത്ഥിക്കാൻ 2:30-3 മണി, ഇവിടുത്തെ 5:30 എന്ന് പറയുമ്പോൾ അവിടെ 3:30 ആയിരിക്കും. അതിനു മുന്നേ ഞാൻ എഴുന്നേറ്റ് കൊന്ത ചെല്ലാനും അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി ചൊല്ലാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്നെ മിനി അല്ലെങ്കിൽ ആഭ, യേശുവ, അങ്ങനെ ഓരോ സൗണ്ടുകൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. അല്ലെങ്കിൽ സുഗന്ധം, പിന്നെ മെഴുകുതിരി വെച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പല രൂപത്തിൽ, ഒന്നെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പൂവായിട്ടും ഒത്തിരി ഞാനിങ്ങനെ കൃപാസനത്തിൻ്റെ ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. പല രൂപങ്ങളായിട്ടും അതിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനെല്ലാം എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉടമ്പടി കാശ് രൂപം പത്രം ഞാൻ മേടിച്ച് കൊണ്ടുപോയിരുന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തിരുന്ന എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അറിയാവുന്ന ഒത്തിരി കഷ്ടപ്പെടുന്നവർക്കോ വിഷമിക്കുന്നവരോ, ഞാൻ പറഞ്ഞില്ല ഹരാസ്മെൻറ്റ് സ്ട്രഗിൾ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനും പിള്ളേരൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അവർ വന്ന് പറയും, എന്തോ ഭയങ്കര അത്ഭുതമുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയും, വന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറയും. ഉടമ്പടി പുതുക്കാത്ത പിള്ളേരുണ്ട്, അവരോട് വന്ന് ഉടമ്പടി പുതുക്കണമെന്ന് പറയും. പിന്നെ
പത്രം പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ കുഞ്ഞിനെയും കൂട്ടി ഞാൻ കുഞ്ഞും കൂടിയാണ് പത്രം കൂടി കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ ഫുഡ് അങ്ങനെ ഞാൻ വാങ്ങിച്ച് ഞാനും കുഞ്ഞും കൂടി കൊടുക്കും. പാവപ്പെട്ട എവിടെയാണോ വയ്യാതെ കിടക്കുന്നത് അവർക്ക്. പിന്നെ രോഗികളെ കാണാൻ പോകാറുണ്ട്, ഹോസ്പിറ്റലിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, അവിടെയൊക്കെ പത്രം കൊടുക്കും. പിന്നെ എവിടെ ഞാൻ പുറത്തിറങ്ങിയാലും മരുന്ന് മേടിക്കാൻ പൈസ തരുമോ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു വരും. ഞാൻ ആദ്യമൊക്കെ പേടിക്കും, അയ്യോ ഞാൻ എവിടെ കൊണ്ടുവന്ന് കൊടുക്കും, ഹോസ്പിറ്റലിൽ തന്നെ ഒന്നും പോകാൻ പറ്റില്ല, എവിടെ എങ്ങനെ കൊടുക്കും. പക്ഷേ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വരും, ഫുഡ് മേടിച്ച് തരുമോ, മെഡിസിൻ മേടിക്കാൻ പൈസ തരുമോ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. എന്നെ ഈ അൾത്താരയിൽ അമ്മയുടെ കൂടെ ക്ഷീണത്തിൻ്റെ സാക്ഷിയായി നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടി നന്ദി. ആമേൻ. ഇനിയും ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കൊണ്ടുവരുന്നതിന് അമ്മ അനുഗ്രഹിക്കണമേ. അമ്മേ നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. മിനി ജോമോൻ എന്ന ഈ സഹോദരി വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ പങ്കുവച്ചത്. തികച്ചും ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിവരിക്കാവുന്നതാണ്. കാരണം പല അസാധ്യതകൾ ഉള്ള അവസരങ്ങളിലെല്ലാം ഈശോയുടെ കൃപയിലൂടെ ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഗൾഫിൽ പോകാനായി ഒരു ട്രയൽ എക്സ്പീരിയൻസിന് വേണ്ടി ട്രയലായി മാത്രം ഒരു ഇൻ്റർവ്യൂവിന് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഓഫർ ലെറ്ററുമായിട്ട് തിരിച്ചു വരാനുള്ളൊരു വലിയ ഭാഗ്യമാണിന്ന് ഈ മകൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ സൗദിയിൽ ചെന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എക്സാംസ് 4 ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് എല്ലാം സ്വീകരിച്ചാണ്, ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷം അവിടെ ചെന്നിട്ടുണ്ടായ എല്ലാ സ്ട്രഗിളിലും ഈശോയുടെ ഒരു വലിയ കൈവപ്പ് ഈ മകൾക്ക് ഉണ്ടായി എന്നാണ് ഈ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള വലിയ അനുഗ്രഹമാണ് ഉടമ്പടിയിലൂടെ മിനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം സമയാസമയങ്ങളിലും രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങിപ്പോകുമോ എന്നുള്ള ഭയത്തിലാണെങ്കിൽ തന്നെയും കൃത്യമായി ഈശോയോടുള്ള ആ സ്നേഹവും പ്രതിപത്തിയും കാണിക്കാൻ വളരെ ആത്മാവ് ഉണർന്നിരുന്ന അവസരങ്ങളിലെല്ലാം പേര് വിളിച്ചുകൊണ്ടാണ് ഈ മകളെ ഉണർത്തിയിരുന്നതും പ്രാർത്ഥനയിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥനകൾ ചെയ്യുവാനും പ്രയോഗിക്കുവാനും അവൾക്ക് സാധിച്ചതെന്ന് ഏറ്റുപറയുന്നു. നാം ഉടമ്പടി ഒരു ഉറപ്പ് നൽകുന്നത് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് തോന്നുമ്പോൾ മാത്രമാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരാൾ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങിയാലാണ് നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ മകൾ ആദ്യമായി ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായി ഒരു ഇൻ്റർവ്യൂ ട്രയലിന് പോയപ്പോൾ ഇത് പെട്ടെന്നാണ് ഓഫർ ലെറ്ററുമായിട്ട് ഈ മകൾ തിരിച്ചു വരുന്നത്. നാം ഈശോയെ സ്നേഹിക്കുന്നുവെന്നും ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അഡ്വാൻസ്ഡ് ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണെന്ന് മിനിയേറ്റ് പറയുകയാണ്. ദൈവത്തിൻ്റെ ഒരു അസസ്മെൻറ്റ് നമുക്കുണ്ടാകുമ്പോൾ ഞാൻ വിഷയാധിഷ്ഠിതമായിട്ടാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവമാണോ എൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടിയിൽ എൻ്റെ വിഷയം എന്താണ്, എൻ്റെ ഭൗതിക ആവശ്യങ്ങളാണോ, ഈശോ ആണോ എന്ന് നാം അസസ്മെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈശോ ആണ് എൻ്റെ പ്രധാന വിഷയമെന്ന് നമുക്ക് തന്നെ ഈശോയ്ക്കും നമുക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുമ്പോഴാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിലൂടെ കത്തിപ്പിടിക്കുന്നത് നമുക്ക് മനസ്സിലാകാം. ഉടമ്പടിക്ക് ഒരു ഒഴുക്കുണ്ട് എന്ന് ജോസഫ് അച്ഛൻ പറയുന്നു. അതിലൂടെ ഒഴുകിയാൽ വിശ്വാസ പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും വിശ്വാസ കൈമാറ്റവും എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നത് പോലെ നീ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ഇത്ര അടുത്തുള്ള ഒരു വേറെ ദൈവം എവിടെയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.